ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 31-ാം തീയതി മാതാവിൻ്റെ വണക്കമാസം ആചരിക്കുന്ന ദിവസമാണ്. പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ മാതാവിൻ്റെ വണക്കമാസം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു നേർച്ചയാണ് പാച്ചോറ്. പാച്ചോറ് പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ നേർച്ച പാച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പാച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള പച്ചരിയാണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. നമുക്ക് ഈ പച്ചരി 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയ പച്ചരി നമുക്ക് വേകാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് വേവിക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളവും ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മളിതിനെ വേവിക്കാൻ വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ 2-3 തരത്തിൽ പാച്ചോറ് ഉണ്ടാക്കാമെന്ന്. മധുരമില്ലാത്ത പാച്ചോറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാനിന്നിപ്പോൾ മധുരമുള്ള പാച്ചോറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടിട്ട് അധികം ഉപ്പിടുന്നില്ല. ഒരാവശ്യത്തിന് മാത്രം നല്ല ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറിനുള്ള അരി വേകുന്ന നേരം കൊണ്ടിട്ട് നമുക്ക് അതിനേക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഞാൻ കുറച്ച് മാത്രമാണ് കൊടുക്കുന്നത്, വേറെ കൊണ്ടിട്ടല്ല. ഇത് ഭയങ്കര കറുത്ത കളറാണ്, ഒത്തിരി കളർ കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കരേനൊന്ന് ഉരുക്കിയെടുക്കാം. പച്ചരി വേഗയും ശർക്കരപ്പാനി റെഡിയാകുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങയാണ്. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് പതുക്കെ ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു തേങ്ങാപ്പാലും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ശരിയാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. കുക്കറിൻ്റെ വിസിലടിച്ചിട്ടുണ്ട്. നമുക്കൊരു വിസിൽ മതിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരി ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അത് മതി. ഇവിടെ ശർക്കര പാനിക്ക് വേണ്ടിയിട്ടുള്ളത് ശർക്കരയും ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒതുക്കി നമുക്ക് തേങ്ങേനെ അരയ്ക്കേണ്ട കേട്ടോ, ഒന്ന് പതുക്കി ഒന്നൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ തേങ്ങയും അതേമാതിരി തന്നെ വേണം. ഒരു ഇച്ചിരി പാലായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണേ. ഇതേപോലെ ശരിക്കും വെള്ളത്തിനോടുകൂടി നമുക്കിങ്ങനെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പാല് കിട്ടത്തക്ക രീതിയിൽ എന്നാൽ തേങ്ങ അരഞ്ഞും പോകാത്ത രീതിയിലായിരിക്കണം കേട്ടോ. ശർക്കരയെ നന്നായിട്ട് എല്ലാം ഉരുകിയിട്ടുണ്ട്. ഇവിടെ ഇത് ഇങ്ങനെ പാനിയാകണം എന്നൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതിനകത്തേക്ക് വെള്ളമായിട്ട് തന്നെ ആഡ് ചെയ്യുന്നതുകൊണ്ടിട്ട്, പിന്നെ അതിനകത്ത് കിടന്ന് ഇച്ചിരി നേരം കൂടി വേകാനുള്ളതുകൊണ്ടിട്ട്, ചോറ് വേകാനുള്ളതുകൊണ്ടിട്ട് ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് പറ്റണം എന്നൊന്നുമില്ല. ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പതുക്കൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ നേരം കൊണ്ടിട്ട് കുക്കറിൻ്റെ ആവിയെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിന് നമുക്ക് എന്തെങ്കിലും കരടോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കളയാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം പച്ചരി വെന്തിട്ടുണ്ടോയെന്നൊന്ന്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം കേട്ടോ. ഈ ചോറിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അതിനകത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ തേങ്ങ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് ചേർക്കാം. ഞാനിവിടെ ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കൂടി തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് തേങ്ങാപ്പാലിനകത്തും തേങ്ങയ്ക്കൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു 2-3 ടൈപ്പിൽ പാച്ചോറ് ഉണ്ടാക്കാമെന്നുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പഞ്ചസാര ഇടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആവശ്യത്തിന് ഉപ്പിടും, നല്ല ജീരകം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ സൈഡിലെ പാച്ചോറ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സാമൂലിനൊക്കെ മധുരം ആവശ്യമായതുകൊണ്ടിട്ട്
ഞാനിതിനകത്തേക്ക് ശർക്കര പാനിയും ചേർക്കുന്നുണ്ട്, മധുരത്തിന് ആവശ്യത്തിനുള്ളത്. ഒരു വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ശർക്കര ലായനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പതുക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഈ ശർക്കര നല്ല കളറുള്ളത് കൊണ്ടിട്ട് അധികം എടുക്കാണ്ട് തന്നെ അത്യാവശ്യത്തിന് കളറുണ്ട്. ഇനി ഇതൊരു കുറച്ച് നേരം ഈ തേങ്ങാപ്പാലിൻ്റെയും ശർക്കരയുടെയൊക്കെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഈ ചോറിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ തീ കുറച്ചിട്ട് കുറച്ച് നേരം കൂടി അതിനകത്ത് കിടന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് ഇച്ചിരി കൂടി കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതൊരു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ട് വരും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതെല്ലാം പിടിച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഏലക്കായും ജീരകവും ചുക്കും കൂടി പൊടിച്ചത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിനകത്തേക്ക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒരുക്കാണ്. നമുക്ക് കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഒന്ന് പതുക്കെ വറുത്തെടുക്കാം. ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം പാച്ചോറിനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ പരുവത്തിൽ നമുക്ക് നിർത്താം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇത് കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഇത് കട്ടയാകും. വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്ക്കകത്ത് വറുത്തതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പാച്ചോറ് മെയ് മാസത്തിൽ മാതാവിൻ്റെ വണക്ക മാസത്തിന് ഉപയോഗിക്കുന്ന നേർച്ചയായിട്ടുള്ള പാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവരെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റുള്ളതാണ്. കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.